പാർക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ നമ്മുടെ മേൽ തന്റെ കരുണയും മനോന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ വലിയ കരുണയാൽ, ദൈവത്തിന്റെ കൃപയാൽ വീണ്ടും ദൈവവചനത്തിന്റെ കീഴിലായിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്കൊരുക്കിയ ഈ നല്ല അവസരത്തിനായി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കാൻ നാം എന്ത് ചെയ്യണമെന്ന് നാം ചിന്തിക്കുകയാണ്, ധ്യാനിക്കുകയാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ ഒത്തിരി മുഖാന്തരങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുമ്പോൾ ഒരു മനുഷ്യൻ്റെ അനുഗ്രഹത്തിന് ഏറ്റവും വലിയ തടസ്സം ആ വ്യക്തിയുടെ പാപമാണ് എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുന്നു. ഒരു മനുഷ്യൻ്റെ പാപമാണ് അനുഗ്രഹത്തിന് തടസ്സമെങ്കിൽ പാപമോചനം അനുഗ്രഹത്തിന് കാരണമാണ്. പാപമോചനം പ്രാപിക്കണമെങ്കിൽ പാപം എന്താണെന്നറിയണം. എന്താണ് പാപം എന്ന് പരിശോധിക്കുമ്പോൾ മനുഷ്യൻ ദൈവം നൽകിയ നിയമങ്ങൾ ലംഘിക്കുന്നതാണ് പാപം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ നിയമങ്ങൾ ലംഘിക്കുന്ന പാപമാണെങ്കിൽ ദൈവത്തിൻ്റെ നിയമം എന്താണെന്ന് തിരിച്ചറിയണം. വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ ദൈവത്തിൻ്റെ നിയമമാണെങ്കിലും ഈ നിയമങ്ങളെല്ലാം ദൈവം മോശ മുഖാന്തരം 10 നിയമങ്ങളാക്കി മനുഷ്യൻ നൽകിയിരിക്കുകയാണ്. ഈ 10 നിയമങ്ങൾ അനുസരിക്കുന്നവൻ അനുഗ്രഹം പ്രാപിക്കും. ഈ നിയമം ലംഘിക്കുന്നവൻ പാപം ചെയ്യുന്നുവെങ്കിൽ ഈ നിയമം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് അനുസരിക്കുന്നത് അനുഗ്രഹമാണ്. ഇനി അഥവാ ഏതെങ്കിലും നിയമം ലംഘിച്ചു പോയിട്ടുണ്ടെങ്കിൽ, പാപം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ആ പാപം ഏറ്റുപറഞ്ഞ് പാപക്ഷമ സ്വീകരിക്കുന്നത് അനുഗ്രഹമാണ്. അങ്ങനെയാണെങ്കിൽ ദൈവം മനുഷ്യൻ നൽകിയിരുന്ന കൽപ്പനകൾ, നിയമങ്ങൾ എന്താണെന്ന് തിരിച്ചറിയണം, അത് അറിഞ്ഞ് അനുസരിക്കണം. എന്താണ് ദൈവത്തിൻ്റെ നിയമം എന്ന് നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിക്കുകയാണ്, ധ്യാനിക്കുകയാണ്. ഈ ദൈവത്തിൻ്റെ നിയമങ്ങൾ പരിശോധിക്കുമ്പോൾ ദൈവം മനുഷ്യൻ അനുസരിക്കാൻ നൽകിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നിയമമാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. പുറപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ കർത്താവിന്റെ വചനം പറയുന്നു, വ്യഭിചാരം ചെയ്യരുത്. ഇത് ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന ഒരു കൽപ്പനയാണ്. നിയമം ലംഘിക്കുന്നത്, കൽപ്പന ലംഘിക്കുന്ന പാപമാണെങ്കിൽ ഈ നിയമം ആരെല്ലാം ലംഘിച്ചിട്ടുണ്ടോ അത് പാപമാണെന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. എന്താണ് വ്യഭിചാരം എന്ന് പറഞ്ഞാൽ? വ്യഭിചാരം എന്ന വാക്കിൻ്റെ അർത്ഥം അവിഹിത വേഴ്ച എന്നാണ്. അവിഹിത വേഴ്ച എന്നാൽ നിയമപരമല്ലാത്ത ശാരീരിക ബന്ധം. അപ്പം നിയമപരമായൊരു ശാരീരിക ബന്ധമുണ്ട്, നിയമപരമല്ലാത്ത ശാരീരിക ബന്ധമുണ്ട്. എന്താണ് നിയമപരമായ ശാരീരിക ബന്ധം? നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു പുരുഷനും സ്ത്രീയും വിവാഹമെന്ന കൂദാശയുടെ ഒന്നായി തീർന്ന് അവർ തമ്മിലുള്ള ശാരീരികമായ ബന്ധമാണ് അത് നിയമപരമായ ശാരീരിക ബന്ധം. അതാണ് ദൈവം ആഗ്രഹിക്കുന്ന ബന്ധം. എന്നാൽ ദൈവം ആഗ്രഹിക്കാത്ത നിയമപരമല്ലാത്ത ശാരീരിക ബന്ധം, അതായത് വിവാഹമെന്ന കൂദാശയിലൂടെ താൻ സ്വന്തമാക്കാത്ത ഒരു വ്യക്തിയുമായിട്ട് ഏതെങ്കിലും വിധത്തിൽ ശാരീരികമായി പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വ്യഭിചാരം തന്നെയാണ് എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഓർമ്മ വെച്ച നാൾ മുതൽ ഇന്ന് വരെ ദൈവത്തിനെതിരായി, ദൈവത്തിൻ്റെ പരിശുദ്ധ ആലയമായ തൻ്റെ ശരീരത്തിനെതിരായി വ്യഭിചാരം എന്നൊരു പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദൈവസന്നിധിയിൽ അനുദപിക്കണം, ഏറ്റുപറയണം, പാപക്ഷമ സ്വീകരിക്കണം. ഇനി ഒരിക്കലും എൻ്റെ ശരീരം ഞാൻ പാപത്തിന് വിട്ടുകൊടുക്കില്ല എന്നൊരു തീരുമാനത്തോടെ ഒരു പരിശുദ്ധമായ, വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചിരിക്കുകയാണ്. കർത്താവിന്റെ വചനം വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. 1 കൊരിന്ത്യസ് 6-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്നു, വ്യഭിചാരത്തിൽ നിന്ന് ഓടി അകലുവിൻ. മനുഷ്യൻ ചെയ്യുന്ന മറ്റു പാപങ്ങളെല്ലാം ശരീരത്തിന് വെളിയിലാണ്. വ്യഭിചാരം ചെയ്യുന്നതിനായിട്ട് സ്വന്തം ശരീരത്തിനെതിരായി പാപം ചെയ്യുന്നു. അതിന് പറയുന്നു, വ്യഭിചാരം ഓടി അകലുവിൻ. വ്യഭിചാരം എന്നത് ദൈവം ഏറ്റവും കൂടുതൽ വെറുക്കുന്ന, ദൈവം പ്രതികാരം ചെയ്യുന്ന ഒരു പാപമാണെന്ന് നാം തിരിച്ചറിയണം. ഇത് തിന്മയുടെ ഒരു അടിമത്വമാണ്. ഹോശേയാപ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 5-ാം വാക്യം പരിശോധിക്കുമ്പോൾ കർത്താവിന്റെ വചനം പറയുന്നു, അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ കാരണം അവർ വ്യഭിചാരത്തിൻ്റെ ആത്മാവിനാൽ അവർ നയിക്കപ്പെടുന്നു. വ്യഭിചാരത്തിൻ്റെ ദുരാത്മാവ് എന്നൊരു ആത്മാവുണ്ട്. വ്യഭിചാരം എന്ന പാപം ചെയ്യുമ്പോൾ ആ വ്യക്തിയിലേക്ക് കടന്നു വരുന്നൊരു ദുർഭൂതമുണ്ട്, വ്യഭിചാരത്തിൻ്റെ ദുർഭൂതം. അങ്ങനെയാണെങ്കിൽ ഓർമ്മ വെച്ച നാൾ മുതൽ ഇന്ന് വരെ എപ്പോഴെങ്കിലും ദൈവത്തിനെതിരായി, ദൈവത്തിൻ്റെ പരിശുദ്ധ ആലയമായ തൻ്റെ ശരീരത്തിനെതിരായി ദൈവം ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു പാപമായ വ്യഭിചാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൂടെ ആ വ്യക്തിയുടെ മേൽ വ്യഭിചാരത്തിൻ്റെ ദുർഭൂതം കടന്നു വന്നിട്ടുണ്ട്. ഈ വ്യഭിചാരത്തിൻ്റെ ദുർഭൂതത്തിന് അടിമയായ ഒരു വ്യക്തിക്ക് ഒരിക്കലും സ്വാതന്ത്ര്യമില്ല. കാരണം ആ വ്യക്തിയെ നയിക്കുന്ന പിന്നെ തിന്മയാണ്, പിശാചാണ്. ചില വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ വളരെ വേദനയോടെ പറയുന്നുണ്ട്, ചില പാപങ്ങൾ ഞങ്ങൾക്ക് വെറുത്തുപേക്ഷിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ ഉപേക്ഷിക്കുന്നത് വീണ്ടും തന്നെ ചെയ്യുന്നു, ഞാൻ ഏറ്റുപറയുന്നു, പക്ഷെ വീണ്ടും തന്നെ ചെയ്യുന്നു. കാരണം ആ
പാപത്തിലൂടെ അവിടെ മേൽ ആധിപത്യം എടുത്തിരിക്കുന്ന വ്യഭിചാരത്തിൻ്റെ ദുർഭൂതം ആ വ്യക്തി നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവർ ദൈവത്തെ അനുസരിക്കാൻ സാധിക്കുന്നില്ല, ദൈവത്തിങ്കിലേക്ക് തിരിയാൻ സാധിക്കുന്നില്ല, പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല, ഭക്തിയുടെ ജീവൻ നയിക്കാൻ സാധിക്കുന്നില്ല. പലപ്പോഴും പിശാചിൻ്റെ അടിമനുഖത്തിൽ പാപത്തെ പച്ചവെള്ളം പോലെ ഊറ്റിക്കുടിക്കുന്ന, ഇത് പാപമാണെന്ന് അറിഞ്ഞിട്ടും പാപത്തിൽ ജീവിക്കുന്ന ഒരു സമൂഹം ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുക. ഏറ്റവും കൂടുതൽ വലിയ സമൂഹത്തിൽ പടർന്നു പിടിക്കുന്ന ഒരു തിന്മയാണ് വ്യഭിചാരം. ഇതിൻ്റെ പിന്നിൽ തിന്മയ്ക്ക് ആധിപത്യമുണ്ട് എന്ന് കർത്താവിന്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തി. അതുകൊണ്ട് കർത്താവിന്റെ വചനം പറയുന്നത്, നിങ്ങൾ വ്യഭിചാരം ഓടി അകലുവിൻ. മറ്റെല്ലാ പാപങ്ങളും ശരീരത്തിന് വെളിയിലാണ്, എന്നാൽ വ്യഭിചാരം ചെയ്യുന്നതിനായിട്ട് സ്വന്തം ശരീരത്തിനെതിരായി പാപം ചെയ്യുക. അതുകൊണ്ട് ഈ പാപം എന്തുമാത്രം നമ്മുടെ മേൽ ആധിപത്യം എടുത്തിട്ടുണ്ട് എന്ന് പരിശോധിക്കണം. അത് ദൈവസന്നിധിയിൽ അനുദപിച്ച് ഏറ്റുപറഞ്ഞ് പാപക്ഷമ സ്വീകരിക്കണം. കർത്താവിൻ്റെ വചനം പറയുന്നു, എഫെസ്യ ലേഖനം 4-ാം അധ്യായം 19-20 വാക്യങ്ങൾ കർത്താവിൻ്റെ വചനം പറയുന്നു, അവർ മനസ്സ് മരവിച്ച് ഭോഗാസക്തി തന്നെ തങ്ങളെ സമർപ്പിച്ചു, എല്ലാത്തരം അശുദ്ധികളിലും ആവേശത്തോടെ മുഴുകി. ഇതല്ല നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് പഠിച്ചിട്ടുള്ളത്. ഇന്ന് ഒരു മനുഷ്യൻ്റെ വ്യക്തിപരമായ ജീവിതം പരിശോധിച്ചാൽ എത്രമാത്രം ജഡികമായ ആസക്തിക്ക് അടിമപ്പെട്ട്, ഭോഗാസക്തിക്ക് അടിമപ്പെട്ട് ദൈവത്തിൻ്റെ ആലയമായ സ്വന്തം ശരീരത്തെ പിശാചിൻ്റെ ആലയമായി, ദൈവത്തിൻ്റെ മന്ദിരമായ, ദൈവം വസിക്കേണ്ട ദൈവത്തിൻ്റെ ആലയമായ ഈ ശരീരം ഭോഗാസക്തി, ജഡിക ആസക്തിക്ക് അടിമപ്പെട്ട് പിശാചിൻ്റെ ആലയമായി തന്നെ സമർപ്പിക്കുന്നു. ദൈവം വസിക്കേണ്ട ദൈവത്തിൻ്റെ ആലയം ഇന്ന് പിശാചിൻ്റെ ആലയമായി മാറിയിരിക്കുകയാണ്. കർത്താവിന്റെ വചനം പറയുന്നു, 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 5-6 വാക്യങ്ങൾ പറയുന്നു, ദൈവത്തെ അറിയാത്ത വിജാതിരെ പോലെ കാമവികാരങ്ങൾക്ക് നിങ്ങൾ വിധേയരാകരുത്. ഈ വിഷയത്തിൽ നിങ്ങൾ വഴിപിഴയ്ക്കുകയോ സഹോദരനെ വഞ്ചിക്കുകയോ ചെയ്യരുത്. ഇന്ന് നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കുമ്പോൾ ജഡികമായ ആസക്തികൾക്ക് അടിമപ്പെട്ട്, വ്യഭിചാര ആസക്തികൾക്ക് അടിമപ്പെട്ട് ദൈവത്തിൻ്റെ ആലയമായ സ്വന്തം ശരീരം പിശാചിൻ്റെ ആലയമായി, ഇന്ന് ദൈവം വസിക്കേണ്ട ദൈവത്തിൻ്റെ മന്ദിരമായി ശരീരം പിശാചിൻ്റെ ആലയമായി മാറിയിട്ടുണ്ടോ എന്ന് സ്വയം ഒന്ന് പരിശോധിക്കുന്നത് അനുഗ്രഹമാണ്. കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ ഈ വ്യഭിചാരം എന്ന പാപം ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ വലിയൊരു ദൈവത്തിൻ്റെ പ്രതികാരം ഉണ്ട് എന്ന് നാം തിരിച്ചറിയണം. വ്യഭിചാരം ചെയ്യുന്ന വ്യക്തിക്ക് അനുദപിക്കാൻ ദൈവം അവസരം നൽകും. എന്നാൽ അനുദപിക്കാതെ ആ വ്യക്തി വീണ്ടും പാപത്തിൽ വീണുപോയാൽ കർത്താവിന്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുന്നു, ആ പാപത്തിന് പ്രതിഫലമുണ്ട്, ശിക്ഷയുണ്ട്, പ്രതികാരമുണ്ട്. അനുദപിക്കാൻ അവസരം കിട്ടിയിട്ടും അനുദപിക്കുന്നില്ല എങ്കിൽ അതിന് ദൈവം പ്രതികാരം ചെയ്യുമെന്ന് കർത്താവിന്റെ വചനം വെളിപ്പെടുത്തുകയാണ്. വെളിപ്പാടിന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 20 മുതലുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു, എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിക്കുവാനും വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുവാനും എൻ്റെ ദാസന്മാർ ഉപദേശിക്കുകയും തെറ്റിച്ചുകളയും ചെയ്യുന്ന യെസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിച്ചിരിക്കുന്നു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. ഇവിടെ കർത്താവിന്റെ വചനം പറയുകയാണ്, എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിക്കുവാനും വിഗ്രഹാർപ്പിതം, ദുർനടപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വ്യഭിചാരം, താൻ പ്രവാചകി എന്ന് പറഞ്ഞ് വ്യഭിചാരം ചെയ്യുവാനും വിഗ്രഹാർപ്പിതം തിന്നുവാനും എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചുകളും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയോട് നീ അനുവദിച്ചിരിക്കുന്നു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. വീണ്ടും ദൈവമായ കർത്താവ് പറയുകയാണ്, ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടാൻ സമയം കൊടുത്തു. വ്യഭിചാരത്തിനടിമയായ, വിഗ്രഹാർപ്പിതങ്ങൾ തിന്ന് വിഗ്രഹാർപ്പിതത്തിനടിമയായ അവൾക്ക് ഞാൻ മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തു. എന്നിട്ടും അവർ ദുർനടപ്പ് വിട്ട്, അതായത് വ്യഭിചാരം ഉപേക്ഷിച്ച് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. പാപം ചെയ്ത് പാപമാണെന്ന് ബോധ്യം നൽകി, വ്യഭിചാരം ചെയ്തു എന്നുള്ള ബോധ്യം നൽകി, വ്യഭിചാരത്തിൽ നിന്ന് ഓടി അകലുവാൻ ദൈവം മുന്നറിയിപ്പ് നൽകി, ഉപദേശം നൽകി. എന്നിട്ടും അവൾ മാനസാന്തരപ്പെടാൻ മനസ്സുണ്ടായില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? കർത്താവിന്റെ വചനം പറയുകയാണ്, ഞാൻ അവളെ കിടപ്പിലും അവളുമായി വ്യഭിചരിക്കുന്നവരെ അവിടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ വളരെ കഷ്ടത്തിലുമാക്കി കളയും. ഇത് പി.ഒ.സി. വഴി ഈ വാക്യം വായിക്കുമ്പോൾ അവിടെ വചനം പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ അവളെ രോഗശൈലാക്കും, അവളുമായി വ്യഭിചാരം ചെയ്തവരെ അവളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാകിയാൽ അവരെ വലിയ കഷ്ടത്തിന് അടിമയാക്കും. അതായത് ജീവിതത്തിൽ കഷ്ടത നൽകും. വീണ്ടും കർത്താവിന്റെ വചനം പറയുകയാണ്, അവളുടെ മക്കളെയും ഞാൻ മരണത്തിനിടയാക്കി കൊന്നുകളയും. ഞാൻ ഉൾപ്പുകളെയും ഹൃദയ രഹസ്യങ്ങളെയും ആരായുന്നവൻ എന്ന് സകല സഭകളും അറിയും എന്ന് കർത്താവിന്റെ വചനം പഠിപ്പിക്കുക. യഹോവയായ ദൈവം, പരിശുദ്ധനായ ദൈവം അരുളി ചെയ്യുകയാണ്,
വ്യഭിചാരത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാനസാന്തരപ്പെടാൻ ദൈവം അവസരം നൽകും. മാനസാന്തരപ്പെടാൻ അവസരം നൽകിയിട്ടും മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ കർത്താവിന്റെ വചനം പറയുന്നു 3 കാര്യങ്ങൾ സംഭവിക്കുന്നു. 1, ഞാൻ അവളെ രോഗശയിൽ എറിയും. 2, അവളുടെ ജീവിതത്തിൽ വലിയ കഷ്ടതയെ ഉണ്ടാക്കും. 3, അവളുടെ മക്കളെ ഞാൻ മരണത്തിന് ശിക്ഷിക്കും. ഇവിടെ തിരിച്ചറിയുക, വ്യഭിചാരം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന പ്രതിഫലം എന്തെന്ന് ചോദിച്ചാൽ ആ വ്യഭിചാരത്തിൽ തന്നെ ഈ പ്രതിഫലമുണ്ട്. ദൈവം പ്രതികാരം ചെയ്യുന്നവനല്ല, ദൈവം പ്രതിഫലം നൽകുന്നവനല്ല, ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ തന്നെ ഇതിൻ്റെ പ്രതിഫലമുണ്ട്. വ്യഭിചാരം ചെയ്യുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ കഷ്ടതയും ദാരിദ്ര്യവും വന്നുകൂടും. വീണ്ടും വചനം പറയുന്നു, ആ വ്യക്തി രോഗശൈലിയിലായിത്തീരും, മാരകമായ രോഗത്തിൻ്റെ ബന്ധനത്തിലായിത്തീരും. വീണ്ടും വ്യഭിചാരം ചെയ്യുന്ന വ്യക്തി വ്യഭിചാരത്തിന് അനുദപിക്കുന്നില്ലെങ്കിൽ മരണത്തിന് കാരണമായി തീരും. ഇത് വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്ന ഒരു സത്യമാണ്. പഴയ നിയമം പരിശോധിക്കുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സിനിണങ്ങിയ ദാസനായിരുന്നു ദാവീദ്. ദൈവത്തിൻ്റെ മനസ്സിനിണങ്ങിയ ദാസൻ എന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ്. എന്നാൽ ദാവീദ് പാപം ചെയ്തു. ദാവീദ് ചെയ്ത ഏറ്റവും വലിയൊരു പാപമാണ് വ്യഭിചാരം. തൻ്റെ സ്നേഹിതനായ ഊരിയാവിൻ്റെ ഭാര്യയുമായി പാപം ചെയ്തു. വ്യഭിചാരം മറച്ചു വെക്കാൻ വേണ്ടി ഊരിയാവിനെ കൊന്നുകളഞ്ഞ് തൻ്റെ ഊരിയാവിൻ്റെ ഭാര്യയെ സ്വന്തം ഭാര്യയായിട്ട് ദാവീദ് സ്വീകരിച്ചു. ആ മറ്റുള്ള മുന്നിൽ ഒരു ദയനീയമായ അല്ലെങ്കിൽ ഒരു നന്മയുടെ ഒരു വേഷം ധരിച്ചു ദാവീദ്. പക്ഷേ സംഭവിച്ചത്, യഹോവയായ ദൈവം, പരിശുദ്ധനായ ദൈവം അവൻ്റെ പാപം നാഥാൻ പ്രവാചകനിലൂടെ വെളിപ്പെടുത്തി. അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. ശമൂവേലിൻ്റെ പുസ്തകം 2 ശമൂവേൽ അതിൻ്റെ 12-ാം അധ്യായം പരിശോധിക്കുമ്പോഴാണ് നാഥാൻ പ്രവാചകൻ ദാവീദിന്റെ മുഖത്ത് നോക്കി പറയുകയാണ്, നീ പാപിയാണ് എന്ന്. എങ്കിലും ദാവീദ് അനുദപിച്ചപ്പോൾ ദൈവം നാഥാൻ പറഞ്ഞു, നിനക്കുണ്ടാകുന്ന കുഞ്ഞ് രോഗിയായി തീരും. ദാവീദ് പാപം ചെയ്തു, തനിക്കുണ്ടായ കുഞ്ഞ് രോഗിയായിട്ടാണ് ജനിച്ചത്. പാപത്തിൻ്റെ വ്യഭിചാരത്തിൻ്റെ അനന്തര ഫലം എന്താണെന്ന് ദാവീദിന്റെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദാവീദ് ആരും അറിയാതെ രഹസ്യമായി പാപം ചെയ്തു. ആരും അറിഞ്ഞില്ല. അവൻ പാപം ചെയ്ത വ്യക്തിയെ ഭാര്യയായി സ്വീകരിച്ചു. അത് വലിയൊരു നന്മ പ്രവൃത്തിയായിട്ട് മറ്റു പലരും കണ്ടു. എന്നാൽ സംഭവിച്ചെന്നറിയാമോ, അവൻ ചെയ്ത പാപം അവന് തന്നെ വിനയായി മാറി. അവൻ ചെയ്ത പാപം മൂലം ഒരു കുഞ്ഞ് രോഗിയായി തീർന്നു. രോഗം മൂലം മരിക്കുമെന്ന് നാഥാൻ പ്രവാചകനിലൂടെ ദൈവം കൽപ്പിച്ചപ്പോൾ ഈ ദാവീദ് അനുദപിച്ച് ചാക്കൊടുത്ത് ചാരം പൂശി ഉപവസിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നാൽ തൻ്റെ പ്രാർത്ഥനയ്ക്കോ ഉപവാസത്തിനോ തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ സാധിച്ചില്ല. കുഞ്ഞ് മരണവഴി ലോകത്ത് മാറ്റപ്പെട്ടപ്പോൾ അവൻ വസ്ത്രമെടുത്തു, അവൻ ഉപവാസം അവസാനിപ്പിച്ചു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇവിടെ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, നീ ചെയ്യുന്ന പാപത്തിൽ തന്നെ പാപത്തിൻ്റെ പ്രതിഫലമുണ്ട്. നീ ചെയ്യുന്ന വ്യഭിചാരത്തിൽ തന്നെ വ്യഭിചാരത്തിൻ്റെ പ്രതിഫലമുണ്ട്. ഇവിടെ 3 കാര്യങ്ങളെ കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നത്. നീ വ്യഭിചാരം ചെയ്യുമ്പോൾ നിന്റെ ജീവിതത്തിലേക്ക് കഷ്ടത ഏറി വരും. ദൈവം തന്നെ കഷ്ടതയിലേക്ക് എറിയുമെന്ന് കർത്താവിന്റെ വചനം പഠിപ്പിക്കുക. വീണ്ടും നീ രോഗിയായിത്തീരും, വലിയ മാരകമായ രോഗത്തിന് അടിമയായിത്തീരും. ഇന്ന് എത്രയോ വ്യക്തികളാണ് വ്യഭിചാരം എന്ന പാപം മൂലം മാരകമായ രോഗത്തിന് അടിമയായിത്തീരുന്നത്. വ്യഭിചാരം എന്ന പാപം ചെയ്യുമ്പോൾ തലമുറയ്ക്ക് മരണം നൽകിയാണ് നാം കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നത്. തലമുറയ്ക്ക് മരണം നൽകിയ. വീണ്ടും നമ്മൾ ഒരു കാര്യം തിരിച്ചറിയണം. നമ്മുടെ ദാവീദിനോട് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്, നീ രഹസ്യത്തിൽ ചെയ്തത് നിന്റെ മക്കൾ പരസ്യമായി ചെയ്യുന്നത് നീ കാണും. ദാവീദ് ആരും അറിയാതെ രഹസ്യമായി വ്യഭിചാരം ചെയ്തുവെങ്കിൽ തൻ്റെ മക്കൾ, അതായത് ദാവീദിൻ്റെ മകൻ ദാവീദിൻ്റെ മകളുമായി പരസ്യമായി വ്യഭിചാരം ചെയ്യുന്നത് ദാവീദ് കാണുകയും അറിയുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ നാം തിരിച്ചറിയണം, നാം രഹസ്യത്തിൽ ചെയ്യുന്നത് നമ്മുടെ മക്കൾ പരസ്യമായി ചെയ്യുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് കാണേണ്ടി വരും. അതുകൊണ്ട് നാം അനുദപിക്കണം. ദൈവത്തിനെതിരായി, ദൈവത്തിൻ്റെ പരിശുദ്ധ ആലയമായ സ്വന്തം ശരീരത്തിനെതിരായി പാപം ചെയ്യുമ്പോൾ ഈ പാപം ദൈവം കാണുന്നുണ്ട്. രഹസ്യത്തിൽ ചെയ്യുന്ന ഏതൊരു പാപവും ദൈവം കാണുന്നുണ്ട് എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ് ദൈവസ്ഥനിൽ അനുദപിച്ച് ദൈവത്തിൻ്റെ ആലയമായി ശരീരത്തിനെതിരായി ചെയ്തു പോയ പാപം ദൈവസ്ഥനിൽ ഏറ്റുപറഞ്ഞ് പാപക്ഷമ സ്വീകരിച്ച് ഈ പരിശുദ്ധമായ ആലയമായ സ്വന്തം ശരീരത്തിലേക്ക് പരിശുദ്ധനായ ദൈവത്തെ സ്വീകരിക്കാൻ തക്കവണ്ണം പരിശുദ്ധിയാൽ നിറയപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കണം. യേശുവിൻ്റെ രക്തത്താൽ കഴുക പ്രാപിക്കണം. അതിനെ പറയുന്നു, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവുമൊക്കെ നമ്മെ ശുദ്ധീകരിക്കും. ഏത് പാപമായിക്കൊള്ളട്ടെ, എത്ര വലിയ മ്ലേച്ഛമായ പാപമായിക്കൊള്ളട്ടെ, എത്രമാത്രം മാരകമായ പാപമായിക്കൊള്ളട്ടെ, ആ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ്
യേശുവിൻ്റെ രക്തത്താൽ കഴുക പ്രാപിച്ചാൽ സ്വർഗ്ഗത്തിൽ ദൈവം നമ്മെ എഴുന്നേൽപ്പിച്ച് നടത്തും. ഒരിക്കൽ ഞങ്ങളൊരു ഭവന സന്ദർശനത്തിയപ്പോൾ ഒരു മനുഷ്യൻ വർഷങ്ങളായി തളർന്നെടുക്കുക. ആ മനുഷ്യന് പറഞ്ഞു, സഹോദരൻ, നിങ്ങൾ രോഗിയായി രോഗക്കിടക്കിൽ കിടക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ആരോഗ്യത്തോടെ ബലത്തോടെ സൗഖ്യത്തോടെ എഴുന്നേറ്റ് നടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. എത്ര പറഞ്ഞിട്ട് ഈ മനുഷ്യനത് കേൾക്കാനോ ഉൾക്കൊള്ളാനോ തയ്യാറായില്ല. ആ മനുഷ്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ചെയ്തു പോയ മ്ലേച്ഛമായ മാരകമായ പാപം നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ പോലും എന്നെ വെറുക്കും. എന്നിട്ട് ആ മനുഷ്യൻ തുറന്നു പറയാണ്, ഒരു മാനസിക രോഗിയെ പരസ്യമായി വ്യഭിചാരം ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. അത്രമാത്രം ക്രൂരമായ പാപത്തിന് അടിമപ്പെട്ട ഞാൻ ചെയ്തു പോയ പാപം ദൈവം ഒരിക്കലും ക്ഷമിക്കില്ല. ഞാൻ ചെയ്തു പോയ പാപം ഒരിക്കലും ദൈവം ക്ഷമിക്കില്ല. പിന്നെയാണ് ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നത്. ഞങ്ങൾ ആ മനുഷ്യനെ നിർബന്ധിച്ച് ആ മനുഷ്യനെ തളർന്നടക്കുന്ന മനുഷ്യനെ കസിലിരുത്തി ധ്യാന ഹോളിൽ കൊണ്ടുവന്നിരുത്തി വളരെ വേദനയോടെ ആ മനുഷ്യൻ വചനം കേൾക്കാൻ തുടങ്ങി. ഭാരത്തോടെ നൊമ്പരത്തോടെ ആ മനുഷ്യൻ കുമ്പസാരത്തിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞു. ജീവിതത്തിൽ ആദ്യമായ ഒരു സത്യകുമ്പസാരത്തിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപക്ഷമ സ്വീകരിച്ച് ആ മനുഷ്യൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുശരക്തങ്ങളാകുന്ന വിശുദ്ധ കുർബാന വിശുദ്ധിയോടെ സ്വീകരിക്കുന്ന സമയത്ത് 8 വർഷമായി ആ തളർന്നിരുന്ന മനുഷ്യൻ ഇരിക്കുന്ന കസേരയിൽ എഴുന്നേറ്റ് കരങ്ങൾ ഉയർത്തി കരങ്ങളടിച്ച് കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങി, ആരാധിക്കാൻ തുടങ്ങി, ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങി. ഇനി ആയുസ്സിൽ എഴുന്നേറ്റ് നടക്കില്ലെന്ന് ലോകം വിധി എഴുതിയ മനുഷ്യൻ, പാപം ചെയ്ത പാപത്തിൻ്റെ അനന്തരഫലമായി രോഗശൈലായ മനുഷ്യൻ, മാരകമായ രോഗത്തിൻ്റെ അടിമയായ മനുഷ്യൻ ജീവിതത്തിൽ ആദ്യമായി ദൈവസ്ഥലം അനുദപിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപക്ഷമ സ്വീകരിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം മനുഷ്യൻ എഴുന്നേൽപ്പിച്ചു. ആ മനുഷ്യൻ ആരോഗ്യത്തോടെ ബലത്തോടെ സൗഖ്യത്തോടെ ജീവിക്കാൻ ദൈവം കൃപ നൽകി. അതിനും പറയുന്നു 1 യോഹന്നാൻ 1-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം, പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ വിശ്വസ്തനാണ്, അവൻ നീതിമാനാണ്, അവൻ നമ്മുടെ സകല പാപങ്ങൾ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം അവൻ വിശ്വസ്തനും നീതിമാനുമാണ്. തൻ്റെ മരണം വരെയും അനുഗമിച്ച ഒരു സ്ത്രീയുണ്ട്, മഗ്ദലക്കാരി മറിയം, പരസ്യമായി പാപത്തിൽ പിടിക്കപ്പെട്ട പാപിനിയായ സ്ത്രീ. കർത്താവ് അതിനും പറയുന്നു, 7 ദുർഭൂതങ്ങളെ പുറത്താക്കിയ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട പാപിനിയായ സ്ത്രീ, അവൾ കർത്താവിൻ്റെ ആ കല്ലറ വരെയും വരുവാൻ ദൈവം കൃപ നൽകി. മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവിനെ ലോകത്തോട് വെളിപ്പെടുത്തുവാൻ, അവൻ മരിച്ച് ഉയർത്തെഴുന്നേറ്റെന്ന് പ്രഘോഷിക്കുവാൻ തക്കവണ്ണം അവൾക്ക് ദൈവം കൃപ നൽകി. നാം തിരിച്ചറിയണം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരമായ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മന്ദിരമായ ഈ ശരീരം എന്തെങ്കിലും പാപത്തിന് വിട്ടുകൊടുത്തിട്ടുണ്ട്. ദൈവത്തിന് വസിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ കരങ്ങൾ കൊണ്ട് ദൈവം നിർമ്മിച്ച ദൈവത്തിൻ്റെ ആലയമായ ഈ ശരീരം എപ്പോഴെങ്കിലും പാപത്തിന് വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ അനുദപിക്കുക. അനുതാപത്തോടെ ദൈവസ്ഥലം ഏറ്റുപറയുക, കർത്താവേ, ഞാനൊരു പാപിയാണ്, ഞാൻ പാപം ചെയ്തു പോയി എന്ന് സമ്മതിച്ച് പറയുമ്പോൾ സ്വർഗത്തിലെ ദൈവം അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കും, നമ്മെ കഴുകി വിശുദ്ധീകരിക്കും. അതുകൊണ്ട് കഴിഞ്ഞ കാല ജീവിതത്തിൽ വ്യഭിചാരം ചെയ്യരുത് എന്നുള്ള കൽപ്പന ഞാൻ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ, നിയമപരമല്ലാത്ത ശാരീരിക ബന്ധത്തിൽ ഞാൻ ഏർപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് പാപമാണെന്ന് സമ്മതിച്ച് ഏറ്റുപറഞ്ഞ് പാപക്ഷമ സ്വീകരിക്കണം. കർത്താവിൻ്റെ വചനം പറയുന്നു, നിയമപരമല്ലാത്ത ശാരീരിക ബന്ധം വ്യഭിചാരമാണ്. അങ്ങനെയാണെങ്കിൽ വിവാഹം എന്ന കൂദാശ സ്വീകരിക്കാതെ ലോകത്തിൻ്റെ നിയമപ്രകാരം ഒരു രജിസ്റ്റർ മാരേജിലൂടെ 2 വ്യക്തികൾ തമ്മിൽ ഒന്നായി കുടുംബജീവിതം നയിച്ചാൽ അതും വ്യഭിചാരം തന്നെയാണ്. ലോകപ്രകാരം ആ വ്യക്തികൾ ഭാര്യ ഭർത്താക്കന്മാരായി കുടുംബജീവിതം നയിക്കുന്നുവെങ്കിലും അവർ ദൈവത്തിൻ്റെ നിയമം അനുസരിച്ച് ദൈവത്താൽ ഒന്നായി ചേർക്കപ്പെടാത്തോടത്തോളം കാലം അവർ ചെയ്യുന്നത് വ്യഭിചാരം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ കാല ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആരെങ്കിലുമായിട്ട് ശാരീരികമായ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദൈവസ്ഥലിൽ അനുദപിക്കുക, ഏറ്റുപറയുക, കർത്താവേ, ഞാൻ തെറ്റിപ്പോയി എന്ന് സമ്മതിക്കുക. രഹസ്യത്തിൽ ചെയ്തു പോയ പാപം ദൈവം പരസ്യമായി ലോകത്തിന് മുന്നിൽ വെളിപ്പെടുത്താതിരിക്കാൻ ദൈവസ്ഥലിൽ രഹസ്യമായി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഒരു വിശുദ്ധ കുമ്പസാരത്തിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപക്ഷമ സ്വീകരിക്കുക. ദാവീദ് രഹസ്യത്തിൽ ചെയ്ത പാപം തൻ്റെ മക്കൾ പരസ്യമായി ചെയ്യുന്നത് കാണുവാനും കേൾക്കുവാനും അറിയേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് തിരിച്ചറിയുക, ഞാൻ ചെയ്തു പോയ പാപം ഞാൻ ദൈവസ്ഥലിൽ ഏറ്റുപറഞ്ഞ് പാപക്ഷമ സ്വീകരിക്കുന്നില്ലെങ്കിൽ എൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഞാനത് പരസ്യമായി കാണേണ്ടി വരും. അതുകൊണ്ട് തലമുറകൾക്ക് അനുഗ്രഹമായി തീരുവാൻ ചെയ്തു പോയ പാപത്തെ ഓർത്ത് അനുദപിക്കുക, ഏറ്റുപറയുക, പാപക്ഷമ സ്വീകരിക്കുക. നമുക്കൊരു നിമിഷം കണ്ണുകടച്ച്, കർത്താവേ, എൻ്റെ ഈ ശരീരം നിനക്കായി ഞാൻ അടിയറ വയ്ക്കുന്നു, നിൻ്റെ പരിശുദ്ധമായ രക്തത്താൽ എന്നെ കഴുകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണുകടച്ചൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാ നല്ല ദൈവമേ, അവിടുന്ന് കേൾപ്പിച്ച വചനത്തിനായി ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വ്യഭിചാരം ചെയ്യരുത് എന്നൊരു നിയമം
കർത്താവെ അവിടെ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഈ നിയമം ഞങ്ങൾ ഓർമ്മ വെച്ച നാൾ മുതൽ ഇന്ന് വരെ ലംഘിച്ചു പോയിട്ടുണ്ട്. കർത്താവെ, പലപ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധാലയമായ ഈ ശരീരത്തെ ഞങ്ങൾ പാപത്തിന് വിട്ടുകൊടുത്തു, ജഡിക ആസക്തികൾക്ക് വിട്ടുകൊടുത്തു, കാമവികാരങ്ങൾക്ക് അടിമപ്പെടുത്തി, ഭോഗ ആസക്തികൾക്ക് ഞങ്ങൾ അടിമപ്പെട്ടു പോയി. കർത്താവെ, ഞങ്ങളുടെ ശരീരം കൊണ്ട്, ഞങ്ങളുടെ മനസ്സുകൊണ്ട് ഞങ്ങൾ പാപം ചെയ്തു പോയി. ഞങ്ങളുടെ ഹൃദയത്തിലെ വികാരങ്ങൾ കൊണ്ട് ഞങ്ങൾ പാപം ചെയ്തു പോയി. കർത്താവെ, ദൈവത്തിനെതിരായി ഞങ്ങൾ ചെയ്തു പോയ, ദൈവത്തിൻ്റെ ആലയമായി ഈ ശരീരത്തിനെതിരായി ഞങ്ങൾ ചെയ്തു പോയ സകല പാപങ്ങളും അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. പാപത്തിൻ്റെ അനന്തരഫലം എന്താണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. കർത്താവെ, വ്യഭിചാരത്തിൻ്റെ ദുർഭൂതം ഞങ്ങളുടെ മേൽ ആധിപത്യം എടുക്കാതിരിക്കുവാൻ അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. വ്യഭിചാരം എന്ന പാപത്തിലൂടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ രോഗപീഠകളെ, രോഗാത്മാക്കളെ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ തിരുമുറയിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്നു. പാപം മൂലം, വ്യഭിചാരം മൂലം കടന്നു വന്നിരിക്കുന്ന രോഗപീഠകളെ യേശുവിൻ്റെ രക്തത്താൽ അവിടുത്തെ അടിപ്പിണരാൾ സൗഖ്യം നൽകി, വിട നൽകി അനുഗ്രഹിക്കണമേ. പാപം മൂലം വന്നിരിക്കുന്ന മരണത്തിൻ്റെ മേൽ അധികാരമുള്ളവനായ കർത്താവെ, അവിടെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ഞങ്ങളെ വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമായി, പരിശുദ്ധനായ ദൈവത്തിന് വസിക്കുവാൻ കൊള്ളാവുന്ന പരിശുദ്ധമായ ഒരാലയമായി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ പരിശുദ്ധമായ രക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവ് നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ ആലയമായി തീരുവാൻ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ കുറവുകൾ കണ്ടെത്തി ഞങ്ങൾക്ക് വേണ്ടി പുത്രൻ നമ്മളെ അപേക്ഷിക്കണമേ. പരിശുദ്ധമായൊരു ഹൃദയമായി, പരിശുദ്ധമായൊരു ശരീരമായി ഞങ്ങളുടെ ശരീരം രൂപാന്തരപ്പെടുവാൻ ഞങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. സർവശുദ്ധിമാന്മാരെ, ശുദ്ധിമതികൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവെ, പ്രാർത്ഥനയ്ക്കായി സ്തോത്രം, അനുഗ്രഹിച്ചനായി സ്തോത്രം, മഹത്വപ്പെടുത്തിരിക്കുക സ്തോത്രം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമായ യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. Maria.